നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംസ്ഥാന തലത്തിലെ 2ാം സ്ഥാനത്തിലും ജില്ലയിലെ 1ാം സ്ഥാനത്തുമാണ് പട്ടാമ്പി നഗരസഭയിൽ നിന്ന് സംരംഭകത്വത്തിൽ ഏറ്റവും മുൻപന്തി നമുക്ക് അവാർഡ് കൂടി നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെ പട്ടാമ്പി നഗരസഭയിലെ പൊതുജനങ്ങൾക്ക് എത്രത്തോളം സൗകര്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കാൻ നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം, അതിന് വേണ്ടുന്ന മറ്റു വർക്കുകളെല്ലാം തന്നെ നഗരസഭ ഒരുക്കി അതിൻ്റെ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് അഭിമാനപൂർവ്വം തന്നെയാണ് നമ്മളത് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. നിരവധിയായ കുടുംബങ്ങൾക്ക് അതുകൊണ്ട് ഉപജീവന മാർഗം നേടിയിരിക്കുകയാണ്. ഇത് തന്നെ സാധാരണക്കാരായ ആളുകളുടെ ക്ഷേമം തന്നെയാണ് ഈ ഭരണസമിതി എന്ന് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് റോഡുകളുടെ വികസനം മാത്രം പോരാ, സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യം കൂടി നമുക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായും നമ്മൾ ഈ പ്രാവശ്യത്തെ പദ്ധതികൾ വെക്കേണ്ടത് നമ്മുടെ എന്താ പറയുക, സാധാരണക്കാരായ ആളുകളുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള കൂടുതൽ പദ്ധതികൾ നമ്മൾക്ക് ഉൾപ്പെടുത്തണം. അതിന് വേണ്ടി നമ്മുടെ ഏത് വിധേനയാണോ, ഏത് സംരംഭമാണോ നമുക്ക് തുടങ്ങാൻ സാധിക്കുക, അതിന് വേണ്ടുന്നുള്ള വൈസ് ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ എൻ. രാജൻ, കെ.ആർ. നാരായണസ്വാമി, കെ.ടി. റുക്കിയ, പി. വിജയകുമാർ, ആനന്ദവല്ലി, സി.എസ്. സാജിദ്, എ. സുരേഷ്, കെ. മോഹനൻ, പി. സൈതലവി, സി. സംഗീത, കെ. ബഷീർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു. വിവിധ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നടന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിന് ചെറുതുരുത്തി കഥകളി സ്കൂളിൽ തിരിതെളിഞ്ഞു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാംമോഹൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ വനിതകൾക്ക് കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് കഥകളി പഠിക്കാൻ അവഗണന നേരിട്ടിരുന്നുവെന്ന് കലാമണ്ഡലം രാംമോഹൻ. ആ പ്രവണത മാറാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നെന്നും ഇപ്പോൾ കഥകളി പഠിക്കാൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവസരമുണ്ടായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ചെറുതുരുത്തിയിൽ പ്രവർത്തിക്കുന്ന കഥകളി സ്കൂളിന്റെ 15ാം വാർഷികത്തിനും 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാംമോഹൻ. ഇതാണ് കലാമണ്ഡലത്തിന്റെ അവസ്ഥ. ഞാൻ വ്യക്തമായിട്ട് പറയാം, അതിനൊക്കെ കുറേ ഇതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കലാമണ്ഡലം. അപ്പോൾ വിദേശികൾക്കാവാം, മറ്റവർക്ക് പാടില്ല എന്നുള്ള ഈ വിഭജനം അല്ലെങ്കിൽ ഈ വിഭാഗീയത ഇത് എന്തുകൊണ്ട് കലാമണ്ഡലത്തിൽ വന്നു? ഇപ്പോൾ നേരെയായി. ഇപ്പോൾ അതിന് പക്ഷേ നേരെ നമ്മൾക്ക് കലാമണ്ഡലം എത്ര വർഷം പിന്നിട്ടു എന്നുള്ളത് ആലോചിക്കണം. ഇതിനിടയ്ക്ക് എത്രയോ വിദേശ വനിതകൾ ഇവിടുന്ന് കഥകളി പഠിച്ചു പോയി. അവർ സ്വന്തം കഥകളി സ്ഥാപനങ്ങൾ പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വേറെ ചരിത്രം. ഏതായാലും അപ്പോൾ അന്നത്തെ ഈ സ്ത്രീകളുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ത്രീ സാന്നിധ്യം കഥകളിയിൽ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയില്ല, ഞാൻ വായിച്ചിട്ടുള്ളത് അനുസരിച്ച് കറ്റശ്ശേരി രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വേഷക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു കറ്റശ്ശേരി രാമൻകുട്ടി ഉണ്ട് സാധനത്തിൽ. വേഷക്കാരനെ കുറച്ച് പ്രായമായി അദ്ദേഹത്തിൻ്റെ അമ്മാമൻ ഒരു കറ്റശ്ശേരി രാമൻകുട്ടി സ്ത്രീ വേഷക്കാരൻ, പ്രസിദ്ധനായിട്ടൊരു സ്ത്രീ വേഷക്കാരുണ്ടായി. KPS മേനോന്റെ പുസ്തകത്തിലൊക്കെ അദ്ദേഹത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീശപ്പള്ളി രാജീവ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി. നിർമ്മലാദേവി, PG രതീഷ്, ഡോക്ടർ KKP സംഗീത, കലാമണ്ഡലം ഉദയകുമാർ, ഹരിത, M. രേണുക, കൃഷ്ണകുമാർ പൊതുവാൾ, KS സുമേഷ് എന്നിവർ സംസാരിച്ചു. കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം വൈഷ്ണവി, കലാമണ്ഡലം വർഷ, കലാമണ്ഡലം അശ്വതി എന്നിവർ അവതരിപ്പിച്ച സാരി നൃത്തം ആകർഷകമായി. തുടർന്ന് കേളിയും രുക്മിണി സ്വയംവര കഥകളിയും കുചേലവൃത്തം കഥകളിയും അരങ്ങേറി. കഥകളി മഹോത്സവം ശനിയാഴ്ച സമാപിക്കും. ഈ വർഷക്കാലം കഥകളി സ്കൂളിൻ്റെ വിജയത്തിന് കാരണം മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തന്നെയാണ്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്.
ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. കേരളത്തിൽ G20 എന്ന പരിപാടി ലോകം മുഴുവനുള്ള കലാകാരന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമുക്ക് സാധിച്ചു. ഇനിയും അതുപോലെ തന്നെ 2 വിദേശയാത്രകൾ നടത്താൻ കഥകളി സ്കൂളിന് സാധിച്ചു എന്നതും കഴിഞ്ഞ വർഷത്തെ പ്രത്യേകതയാണ്. CCTV ന്യൂസ് തളി. NSS ക്യാമ്പിൽ വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തി റവന്യൂ ഉദ്യോഗസ്ഥർ. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ ക്യാമ്പിലായിരുന്നു വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ ക്ലാസ് നടന്നത്. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന ക്ലാസ് നൽകിയത്. പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ഓഫീസിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളാണ് വിദ്യാർത്ഥികൾക്കായി നൽകിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, VVPAT മെഷീൻ, കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനവും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ച് നൽകി. ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, മറ്റു ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ, അനി, ഷംസിയ തുടങ്ങിയവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. നിങ്ങളിവിടെ വന്ന് വോട്ട് ചെയ്യും. അത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കും. അത് മറ്റുള്ളവർ കാണുന്നതല്ല, നമ്മൾ ചെയ്ത് നമ്മളെ അറിയാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഇതൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നമ്മൾ ആർക്കാ വോട്ട് ചെയ്യുന്നുള്ള ഒരു വിശ്വാസം മാത്രമായിരിക്കും അല്ലെ. പക്ഷേ പുതിയ സമ്പ്രദായം അനുസരിച്ച് അത് വിശ്വാസം മാത്രമല്ല, VVPAT എന്നൊരു സമ്പ്രദായം നിങ്ങൾക്ക് മുമ്പാണ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയ്ത വോട്ട് പ്രിന്റ് ആയിട്ട് കാണുകയും 7 സെക്കൻഡിന് ശേഷം അത് ഈ ബോക്സിലേക്ക് കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത്, യഥാർത്ഥ കൗണ്ടിങ് സമയത്ത് ഇതും മെഷീനിലെ വോട്ടും ടാലി ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ വിജയെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എത്രമാത്രം സുതാര്യമാണ് ഈ വ്യവസ്ഥ എന്ന് നോക്കണം. ഇതിന്റെ പേരെന്താണ്? VVPAT. ഇത് പ്രിന്റ് കാണും. എത്ര സെക്കൻഡ് കാണും? 7 സെക്കൻഡ് കാണും. ആർക്ക് കാണാൻ പറ്റും? വോട്ടർക്ക് മാത്രം. വേറെ ആർക്കും കാണാൻ പറ്റുമോ? ഇല്ല. ഞാൻ വോട്ടർ ആർക്കാണ് വോട്ട് ചെയ്യുന്ന വേറെ ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പാർട്ട്മെന്റിലായിട്ട് വെച്ചിരിക്കാം. ഏത്? ഈ VVPAT-ഉം ആ ബാലറ്റ് യൂണിറ്റും. അറിയാം കരുത്തരാകാം എന്ന പേരിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കുള്ള സെൽഫ് ഡിഫൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ICDS തൃത്താല സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സർവീസിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നും ആത്മവിശ്വാസത്തോടെ കരുത്തരായി മുന്നോട്ട് നീങ്ങാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃത്താല ICDS പ്രൊജക്ടിന് കീഴിലെ 4 പഞ്ചായത്തുകളിൽ നിന്നായി 75-ലേറെ പെൺകുട്ടികൾ ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് പരിശീലനം നേടി. കാലത്ത് 9:30 മുതൽ ആരംഭിച്ച പരിശീലനം ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിച്ചു. അൾട്ടിമേറ്റ് സെൽഫ് ഡിഫൻസ് അക്കാദമി ചീഫ് കോച്ച് MB ശ്രീമോൻ പരിശീലന ക്ലാസ് നയിച്ചു. ICDS തൃത്താല പ്രൊജക്ട് സൈക്കോ സ്പെഷ്യൽ കൗൺസിലർമാരായ ശ്രീകല, വിദ്യ S. കുമാർ, PD വിദ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിശുവികസന പദ്ധതി ഓഫീസർ ബിന്ദു, ICDS സൂപ്പർവൈസർമാരായ സുനിത, സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ICDS പ്രൊജക്ടിന് കീഴിലുള്ള 4 പഞ്ചായത്തുകളിലെ കൗമാരക്കാരായ കുട്ടികളെ ഉദ്ദേശിച്ച് നമ്മളൊരു സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അറിയാം കരുത്തരാകാം എന്നായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളെ, പെട്ടെന്ന് അപ്രതീക്ഷിതമായി നേരിടുന്ന അതിക്രമങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നും അവരെ ആത്മവിശ്വാസത്തോടെ ശക്തരായി മുന്നോട്ട് പോകാൻ എങ്ങനെ സഹായിക്കാമെന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4 പഞ്ചായത്തുകളിൽ നിന്നായി 75. CCTV ന്യൂസ് തൃത്താല. ഇന്ത്യയെ സൃഷ്ടിച്ചതും രാജ്യം എല്ലാവരുടേതുമാണെന്നുള്ള സങ്കല്പം സമ്മാനിച്ചതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മേഴത്തൂരിൽ നടത്തിയ കോൺഗ്രസ് 139ാമത് സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് M. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ CPM തീരുമാനം കേരള സംസ്ഥാനത്ത് നിന്ന് കൊണ്ടാണെന്നും കോൺഗ്രസ് രാജ്യമാകെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് തീരുമാനിക്കുന്നതെന്നും VT ബൽറാം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. വിനോദ്, P. മുരളി, P. ദാസൻ, MC സത്യൻ, M. മുരളീധരൻ, KT രാമചന്ദ്രൻ, ജയന്തി വിജയകുമാർ, K. പ്രിയ, KC ബേബി രേഖ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്താണ് ആ രാഷ്ട്രസങ്കല്പം? ഞാൻ വളരെ വിശദമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ, ഈ ഭൂപ്രദേശത്ത്
ഇന്ന് കണക്കുകൾ പറയുന്നത് 142 കോടി ജനങ്ങളുണ്ടെന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം ഔപചാരികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ചൈനയെ നമ്മൾ ആ നിലയിൽ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ 142 കോടി മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എന്നുള്ള ആ സങ്കല്പമാണ് 1947 ഓഗസ്റ്റ് 15 നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിയത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 1950 ജനുവരി 26-നാണ് ഈ സങ്കല്പം നിലവിൽ വന്നത് എന്ന് പറയാം. കാരണം അന്നോട്ടാണ് കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന സമ്മാനിച്ചത്. ആ ഭരണഘടന പ്രാവർത്തികമായത്. അപ്പൊ അതിനു മുമ്പിലുള്ള ഇന്ത്യ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ ജനങ്ങളുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ ഭരണം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആരൊക്കെയോ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ രാജ്യം എല്ലാവരുടേതും ആയിരുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടായിരുന്നില്ല. ഭരിക്കുന്ന കുറച്ച് ആളുകൾ, അവരോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകൾ, ആ ഭരിക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട കുറച്ച് ജാതികൾ, സമൂഹങ്ങൾ, അവരുടെ കയ്യിലായിരുന്നു ഈ ഭരണവും അവകാശവും കംപ്ലീറ്റ്. അതിനപ്പുറത്തുള്ള ആളുകളൊക്കെ 2ാം കിടക്കാരന്മാർ, 3ാം കിടക്കാർ, 4ാം കിടക്കാർ ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അങ്ങനെ ഒരു തരംതിരിവില്ല. ഇതാ എല്ലാവർക്കും തുല്യമായ കോളേജുകളിൽ നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ ഇന്ത്യയുടെ ചരിത്രത്തോട് ചേർത്ത് വെച്ച് വായിക്കുന്ന ഒരു പേര് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര്. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും രണ്ടും രണ്ടല്ല എന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ഈ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന, അത്രമേൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തോട് ചേർന്ന് കിടക്കുന്ന, ഈ രാജ്യത്തെ മനുഷ്യരോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പേര് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. കൂറ്റനാട് കോമംഗലം ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവവും കേരളീയ ശൈലിയിൽ വരച്ച ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലനവും നടന്നു. കിരൺ ചന്ദ്, ശിവാനി എന്നിവർ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി സമർപ്പിച്ച 10ഓളം ചുമർ ചിത്രങ്ങളുടെ രചന ചിത്രകലാകാരൻ ശശി കോതച്ചിറയാണ് നിർവഹിച്ചത്. കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ വിപിൻ ചന്ദ്, വനജ വിപിൻ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്നാണ് ചുമർ ചിത്രങ്ങളുടെ നേത്രോന്മീലനം നിർവഹിച്ചത്. പാരമ്പര്യ ശൈലിയിൽ ധ്യാനശോകങ്ങളെ ആസ്പദമാക്കിയും ശിവപുരാണ കഥകളെ സംയോജിപ്പിച്ചും 10ഓളം ചിത്രങ്ങളാണ് ശശി കോതച്ചിറ ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഇളനീർ അഭിഷേകവും ഉണ്ടായി. വാസ്തുവിദ്യാ വിദഗ്ധൻ കാണിപ്പൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വൈകിട്ട് നടന്ന പൊതുയോഗത്തിൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ MV ജയപ്രകാശ് അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ OK ബേബി ശങ്കർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ ഭക്തജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃസഭ തുടങ്ങിയ സംഘടനകളുടെ പങ്കിനെക്കുറിച്ചും മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് നൽകി വരുന്ന വിവിധ സഹായങ്ങളെക്കുറിച്ചും ബേബി ശങ്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. ഗുരുവായൂർ ചുമർ ചിത്ര കലാകേന്ദ്രം പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ ക്ഷേത്രത്തിലെ അതിപുരാതനമായ ചുമർ ചിത്രങ്ങളുടെയും ശില്പങ്ങളെയും കുറിച്ച് പ്രഭാഷണം നടത്തി. കേരളത്തിന്റെ തനതായ ക്ഷേത്രകലകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ ഇത്തരം പ്രോത്സാഹനങ്ങൾ ഏറെ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ ബേബി ശങ്കർ, ഡോക്ടർ KU കൃഷ്ണകുമാർ, ആർട്ടിസ്റ്റ് ശശി കോതച്ചിറ, വിപിൻ ചന്ദ്, വനജ വിപിൻ ചന്ദ്, ചുമർ ചിത്ര കലാകാരന്മാരായ സിജിത്ത് ചന്ദ്രശേഖർ, ജിതിൻ കോട്ടപ്പടി, മണികണ്ഠൻ കോതച്ചിറ എന്നിവരെ ആദരിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് MP മണികണ്ഠൻ, പാരമ്പര്യ ട്രസ്റ്റി രാമചന്ദ്രൻ കിഴുപ്രക്കാട് എന്നിവർ നന്ദി പറഞ്ഞു. ദീപാരാധനയ്ക്ക് ശേഷം സരസ്വതി മണ്ഡപത്തിൽ കുമാരി നിവേദിത ജിതേഷ് അവതരിപ്പിച്ച അഷ്ടപതിയും കുമാരി വന്ദിത വൈദ്യമഠം അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളും ഉണ്ടായി. തുടർന്ന് കൂറ്റനാട് RR മീഡിയ അവതരിപ്പിച്ച ഭക്തിഗാനമേളയും നടന്നു. CCTV ന്യൂസ്, തൃത്താല. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന യൂത്ത് മാർച്ച് നാളെ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തും. വൈകിട്ട് വിളയൂർ, കരിങ്ങനാട്, ചന്തപ്പടിയിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് പട്ടാമ്പിയിൽ സമാപിക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ്
മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് മാർച്ച് നടത്തിവരുന്നത്. യൂത്ത് മാർച്ച് നാളെ പട്ടാമ്പി മണ്ഡലത്തിൽ പ്രവേശിക്കും. ജില്ലാ അതിർത്തിയായ വെളിയൂർ പഞ്ചായത്തിലെ കരിങ്കനാട് ചന്തപ്പുഴയിൽ നിന്നും വൈകിട്ട് 3 മണിക്കാണ് മാർച്ച് ആരംഭിക്കുക. 7 മണിയോടെ മേലെ പട്ടാമ്പിയിൽ മാർച്ച് സമാപിക്കും. നിയോജകമണ്ഡലത്തിൽ നിന്നും ഓൺലൈനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 2000 പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരക്കുക. ഈ മാസം 22-ന് മണ്ണാർക്കാട് നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് തൃത്താലയിൽ 31-നാണ് സമാപിക്കുക. ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്തെ വൈസ് ക്യാപ്റ്റനും ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം ഡയറക്ടറും സീനിയർ വൈസ് പ്രസിഡന്റ് KPM സലീം കോർഡിനേറ്ററുമായുള്ള മാർച്ചാണ് പര്യടനം നടത്തുന്നത്. മാർച്ചിനെ വരവേൽക്കാൻ പട്ടാമ്പി നിയോജകമണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് നാളെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് വിളയൂരിലെ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വൈകുന്നേരത്ത് മേലെ പട്ടാമ്പിയിൽ സമാപിക്കുന്ന രീതിയിലാണ് യൂത്ത് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരായ വലിയ ജനവികാരമാണ് ഉള്ളത്. ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള യൂത്ത് മാർച്ച് നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഡിസംബർ 22-നാണ് യൂത്ത് മാർച്ച് ആരംഭിച്ചത്. കഴിഞ്ഞ 5 ദിവസത്തെ പര്യടനങ്ങളിലൂടെ പ്രയാണങ്ങളിലൂടെ ജനങ്ങൾ എത്രത്തോളം കേന്ദ്രത്തിലും കേരളത്തിലും ഉള്ള സർക്കാരുകൾക്കെതിരായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ വലിയ പ്രതിഷേധത്തിലും വലിയ പരാതികളിലുമാണ്. ആളുകളുടെ ആ പ്രതിഷേധത്തിൻ്റെ ശബ്ദമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുവജന പോരാട്ടമാണ് യൂത്ത് ലീഗ് നടത്തുന്നത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരായ യുവജന മുന്നേറ്റം കൂടിയാണ് യൂത്ത് മാർച്ചെന്നും മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം, സെക്രട്ടറി KM മുജീബുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് MK മുഷ്താഖ്, ജനറൽ സെക്രട്ടറി ഇസ്മയിൽ വെളിയൂർ, മുനിസിപ്പൽ പ്രസിഡന്റ് VP യാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലൂർ പൂലേരി പൂവില്ലശ്ശേരി ഗരുഡാരൂഢ വിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 28 വ്യാഴാഴ്ച ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ജനുവരി 4-ന് സമാപിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന യജ്ഞവേദിയിൽ ദീപം തെളിയിക്കൽ, ആചാര്യവരണം, ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മാവേലിക്കര മാധവപ്പള്ളി ഇല്ലം ബ്രഹ്മശ്രീ സുധി ഈശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനും വിജയകുമാർ തിരുനെല്ലൂർ, ആവണൂർമന ദേവൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമാണ്. ഡിസംബർ 31-ന് രാവിലെ 5 മണിക്ക് വിശേഷൽ ഗണപതി ഹോമവും ചടങ്ങുകളുടെ ഭാഗമായി നടക്കും. ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഡിസംബർ 26 മുതൽ ജനുവരി 4 വരെ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് അതിനിടയ്ക്ക് ശബരിമല ചോദിക്കുന്നു, ഇങ്ങനെ എല്ലായിടത്തും എപ്പോഴും ഏതു സമയത്തും കയറി ചെയ്യുവാൻ അധികാരമുള്ളതാകുന്ന അല്ലെങ്കിൽ അതിന് കഴിയുന്നതാകുന്ന അങ്ങേക്ക് അങ്ങ് എത്രമാത്രം ധന്യനാണ്. അങ്ങേക്ക് അങ്ങയുടെ കഥ, പൂർവജന്മ കഥ ഇന്നും ഏവർക്കും ശീലിക്കാവുന്നതാണ്. അപ്പോ സ്ത്രീധനത്തിനെതിരെ സധൈര്യം വിലപേശാൻ വന്നാൽ വിരൽ ചൂണ്ടി പറയും, നോ കോംപ്രമൈസ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് കപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. നൈറ്റ് മാർച്ച് കൂറ്റനാട് സെന്ററിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജിഷി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ഫാത്തിമ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ AV സന്ധ്യ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാളിയേക്കൽ ബാവ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഷംസുദ്ദീൻ, ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഹസീന, ശോഭന, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നുർബീന, അസ്ബ കോളേജ് ചെയർപേഴ്സൺ നുസൈബ നദ്രാൻ, റഷീദ, റംല, വിജയകുമാരി, വനജ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ നിലവാര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.